എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? ചേട്ടാ, സ്കൂളിൽ ഈ തവണ ആനിവേഴ്സറി ആയല്ലോ. സന്തോഷ് ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. പക്ഷെ ഈ തവണ എന്നെ വിളിക്കാനൊന്നും വന്നില്ലല്ലോ ഫിലിമിനകത്ത്. ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ? ഈ തവണത്തെ ഷോർട്ട് ഫിലിം പേര് സെൽഫി. സെൽഫി. എന്നാ നമുക്കൊരു സെൽഫി എടുക്കാം. വാ, നമുക്കൊരു സെൽഫി എടുക്കളെ. കേറിയ വാ, നമുക്കൊരു സെൽഫി എടുക്കാം. Selfie, 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 selfie. Selfie, 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 selfie. Sita pavi ave anante indala selfie neta pirila. Netu delvi delvi kini kana vadila selfie sita pirila. Selfie, 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 selfie. Hiru evi, no evi da danne sandapaya. Avade nunne ne duk ada, dukari dune ne selfie langa etida. Hiru evi, no evi da danne sandapaya. Avade nunne ne duk ada, dukari dune ne selfie langa etida. Hina malyayak inne paata paata samanal rengu menne. Hina malyayak inne paata paata samanal rengu menne. Me saade yon sina ken itirenne me aaye aayet ne apitani venne. Selfie, 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 selfie langa atida. Evi, no evi da danne sandapaya. Avade nunne ne duk ada, dukari dune ne selfie langa etida. Hiru evi, no evi da danne sandapaya. Avade nunne ne duk ada, dukari dune ne selfie langa etida. Evi, no evi da danne sandapaya. Avade nunne ne duk ada, dukari dune ne selfie langa etida. പിള്ളേരെ, നമ്മുടെ ടൂർ എങ്ങോട്ടാ പോണേ? മലമ്പുഴ. മലമ്പുഴക്കല്ലേ? എന്നാ പോണേ? അടുത്ത വെള്ളിയാഴ്ച. അടുത്ത വെള്ളിയാഴ്ച. എത്ര രൂപയാന്നാ പറഞ്ഞേക്കണേ? 1200. 1200. കുറച്ച് പേരാണല്ലോ പൈസ കൊണ്ട് തന്നിട്ടുള്ളൂ. ഇന്ന് കൊണ്ടുവന്നേക്കണവരാരൊക്കെയാ? ഞാൻ. ആ, നമുക്ക് പൈസ മേടിക്കാട്ടോ. എന്നാ പൈസ കൊണ്ടുവന്നേക്കണവരിങ്ങ് കൊണ്ടുപോവാ. $1200 ആ. എടുത്തേടാ.
1200. ഓക്കെ. ശ്യാമപ്രസാദ് 1200 അല്ലേ അപ്പം? ഓക്കെ. ഇനി ആരാ കൊണ്ടുവന്നേക്കണേ? $1200 ഹരി? ഓക്കെ, പോയിക്കോ. എൻ്റെ അച്ഛൻ ഗൂഗിൾ പേ ചെയ്യാന്നാ പറഞ്ഞ. ടീച്ചറുടെ നമ്പറേക്ക് ഗൂഗിൾ പേ ചെയ്യട്ടെ. ആ, എന്നാൽ അത് മതി. എൻ്റെ അച്ഛനും ഗൂഗിൾ പേ ചെയ്യാന്നാ പറഞ്ഞേ. ടീച്ചറെ, അലൻ്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അലന് വരാൻ കഴിയില്ല. അവന് ഭയങ്കര സങ്കടം. അതുകൊണ്ട് ഞങ്ങളോട് മിണ്ടാനും കളിക്കാനൊന്നും വരുന്നില്ല. എടാ, വിഷമിക്കണ്ട, കുഴപ്പമില്ല. എടാ, നീ വിഷമിക്കണ്ട. ടീച്ചറെ, നമ്മുടെ ടൂറിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. എല്ലാ പിള്ളേരുമായോ? ആ, കുറച്ച് പിള്ളേർ പൈസ തന്നിട്ടുണ്ട്. കുറച്ച് പേര്, ഒരു 11 പേര് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞേക്കണേ. അതെയോ? 11 പേരുടെ അല്ലേ? ആ, അപ്പൊ അവരുടെ പൈസ മൊത്തം 20 പേരുണ്ട്. 20 പേരുടെ നമുക്ക് ഫുൾ പൈസയും കിട്ടണം. അപ്പൊ എല്ലാരും ആയോ? ആ, ഏകദേശം കുറച്ച് പേര്, ഒരു 3-4 പേര് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ ഒരു കൊച്ചിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അവന് പൈസ ഇല്ലാന്നും പറഞ്ഞ് ടൂറ് വരുന്നില്ല. ഭയങ്കര സങ്കടം. അലൻ തന്നില്ലല്ലോ. അപ്പൊ അലനെ കൊണ്ടുപോകാൻ നമുക്ക്. ഒരാളല്ലേ അങ്ങനെയുള്ളൂ. അലന്റെ നമുക്ക് അത് നോക്കണ്ട, അവനെ കൊണ്ടുപോകണം. ബാക്കി എല്ലാവരുടെ ആയല്ലോ. അവന് ഭയങ്കര സങ്കടമാണ് ടീച്ചറെ. ക്ലാസ്സിലിരുന്ന് ആകെ സങ്കടപ്പെട്ട് കരയുമൊക്കെ ചെയ്തു. ടൂറ് പോരണില്ലാത്ത കാരനാണോ? ടൂർ എല്ലാരും പോവല്ലേ, അപ്പൊ അവന് പോവാത്ത. അവനെ നമുക്ക് കൊണ്ടുപോകാം. അവനിപ്പോ കുഴപ്പമില്ല. പിള്ളേരോടെ കളിക്കണമില്ല, ഒന്നുമില്ല. അവനോട് പറയുന്നത് അവനെയും കൊണ്ടുപോകണ്ട, അവനോട് പോരാൻ പറയണം. അവന് പൈസ സാരില്ല. ബാക്കിയുള്ള കുട്ടികളോടൊന്നും പറയണ്ട ഇങ്ങനെ. നമുക്ക് അവനെ കൊണ്ടുപോവാം. Take one hand distance. Take one hand distance. നേരെ നിന്നെ 1 hand distance. നിന്നെ 1 hand distance. Take 1 hand distance. മുന്നോട്ട് ഒരു കൈ അകലത്തിൽ. മുന്നോട്ട് മാത്രം. പൊറോട്ടയ്ക്ക് തിരിയണ്ട. കൈ താത്തിട്ടോ. കൈ താഴ്ത്തിട്ടോ. മുന്നോട്ട് മാത്രം നോക്കി കേട്ടോ. കറക്റ്റ് ലൈനിലാണോ നോക്കി. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മുടെ 3-4 ക്ലാസ്സിലെ കുട്ടികളെ നാളെ നമ്മൾ മലമ്പുഴയ്ക്ക് ടൂർ കൊണ്ടുപോവുകയാണ്. നാളെ രാവിലെ 6:30 നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരണം. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നിർദ്ദേശം വീണ്ടും നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി തരും. എങ്കിൽ പോലും പോകുന്ന എല്ലാ കുട്ടികളും നാളെ ധരിച്ചു വരേണ്ട യൂണിഫോം, റെഡ് യൂണിഫോം ധരിച്ചാണ് എല്ലാ കുട്ടികളും വരേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്നാക്സ് കാര്യങ്ങൾ, ഒരു കുപ്പി വെള്ളവും മാത്രം മതി. ബാക്കി സാധനങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുവരണ്ട. സ്നാക്സ് മാത്രം കൊണ്ടുവന്നാൽ മതിയോ? ചോറ് കൊണ്ടുവരണ്ടേ? ചോറ് കൊണ്ടുവരണ്ട, സ്നാക്സ് മാത്രം മതി. ചോറ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തരും. 4-3 ക്ലാസ്സുകാർ ശ്രദ്ധിച്ചോ? കേൾക്കുന്നുണ്ടോ? നമ്മൾ ഡാമിൽ കുളിക്കാൻ ഇറങ്ങുന്നുണ്ടോ? അയ്യോ, ഡാമിൽ കുളിക്കാൻ ഇറങ്ങാനോ? ഡാമിൽ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ടീച്ചർ പറഞ്ഞ കേക്ക ശ്രദ്ധിച്ചു നിൽക്ക അവിടെ. അപ്പൊ നാളെ ബാക്കിയുള്ള ക്ലാസ്സുകാർക്കപ്പോ ക്ലാസ് ഉണ്ടായിരിക്കില്ല. അനി നാളെ 3-4 ക്ലാസ്സിന്
കേട്ടോ ബാക്കിയുള്ളവർക്ക്. ഓക്കെ, അപ്പൊ എപ്പോഴാ പോകുന്ന ടീച്ചറെ? രാവിലെ പോകും, 6:30 ആകുമ്പോൾ പോകും. എത്തുമ്പോ ഒത്തിരി രാത്രിയാവും അല്ലേ? ആ, രാത്രി ആവുമായിരിക്കും. ഓക്കെ. നാളെ ഈ സമയത്ത് നമ്മൾ മലമ്പുഴയ്ക്ക് ടൂർ പോവായിരിക്കും. നമ്മൾ ഈ ബസ്സിലല്ല പോണേ, നമ്മൾ നല്ല AC ബസ്സിലാ പോണേ. നാളെ എനിക്ക് ടൂർ പോകുമ്പോ കൂളിംഗ് ഗ്ലാസ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു. നാളെ ഞാൻ പാട്ടൊക്കെ പഠിക്കുന്നു, കുറേ പാട്ട്. ഞാനും പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് പാട്ടാ? അങ്ങുവാനക്കോണില്. എനിക്കും പാട്ട് പഠിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇന്നു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. എന്റെ പാട്ട് ചേച്ചി, നാളെ ഞാനില്ല, ഞാൻ ടൂർ പോവാ. അതെയോ? ആ, ഞാനും വരുന്നുണ്ട് ടൂറിന് നിങ്ങളുടെ കൂടെ കേട്ടോ. ടാറ്റാ. ചെന്താമര കൊല്ലി കിറുപുറമോടും ചെമ്മഴി ചുറ്റി തെന്മല ചുറ്റി ചടകുട വീശും ചടുകുടു വണ്ടിക്കാരുണ്ടോ. തേൻ ചക്കര ഭരണിയിൽ ചോടലുറുമ്പിന് ചട്ടുക നീളം നാക്കും മൂക്കും വാക്കും പോക്കും നോക്കും കണ്ടാൽ കാലായി. ചന്തക്കോളുണ്ടോ മണിശീലം ചുറ്റിൽ സാരമില്ല, ഇപ്പൊ വീട് എത്താറായോ? എത്താറായല്ലോ അല്ലേ? ആ, ഈ പിള്ളേരെ മലമ്പുഴയ്ക്ക് കൊണ്ടുപോയതാ, ഇപ്പൊ ലേറ്റായി. വീട്ടിൽ ചെല്ലുമ്പോ ആരോ അല്ലേ? അച്ഛനുണ്ട്. അച്ഛൻ നന്നായിട്ട് വഴക്കുറി. അതെയോ? നന്നായിട്ട് വഴക്കുറിയോ? അതെന്തിനാണാവോ? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ടൂറ് പോയിരുന്നു. ടൂറ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? ഒരിക്കലും വിടാറില്ല? ഇല്ല.
ആ വീടെത്തിയല്ലോടാ. ആരാ ഉണ്ട് വീട്ടില്? അച്ഛനുണ്ടാവും. ഉണ്ടാവും. ഉറങ്ങിയോ? ലൈറ്റൊന്നും ആദ്യം മുട്ടിയെങ്കിൽ അച്ഛാ, ഉറക്കം വിളിക്കും. ഉറക്കം വിളിച്ചു. ഉറങ്ങിപ്പോയോ? അമ്മേ, ഞങ്ങള് വന്നു. അമ്മേ, അച്ഛാ. എന്ത് വേണം? നേരെ നോക്കടാ. എവിടെ പോയോ നീ? ടൂറ് പോയോ? എവിടെ ടൂറ്? പൈസ കയ്യിലെടുക്കാനല്ല ടൂറ് പോണു. ഇവിടെ മാറിക്കടാ. നേരെ നോക്കടാ. എവിടുന്നാ ടൂറ് പോകാൻ പൈസ കിട്ടിയേ? അമ്മയോ? വല്ലപ്പോഴും ഞാൻ 10-100 കള്ളു കുടിക്കാൻ ചോദിച്ചാൽ അവള് തന്നില്ല. പോ എല്ലായിടത്തും പോ. നീ ഇപ്പൊ കണ്ടില്ല അവന്റെ എന്നാ നിന്റെ മേസ് വല്ലപ്പോഴും ഞാനൊന്ന് ഛർദിച്ചു കഴിഞ്ഞാ പിന്നെ എനിക്കിവിടെ തലക്ക് ചോദിക്കും. ഇപ്പൊ നീ ഛർദിച്ച് കെട്ടിക്കൊണ്ട് വന്നേക്കുക. നീയേ ആ കൊണ്ടൊന്ന് വിട്ടില്ലേ അവരുടെ കൂടെ തന്നെ അങ്ങ് പൊക്കോ. ഇവിടെ നേരെ എനിക്ക് കാണാൻ ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ? എല്ലാവർക്കും ഇഷ്ടായോ? എവിടെ പോയത് എല്ലാവർക്കും ഇഷ്ടായത്? എനിക്ക് അക്വാറിയത്തിൽ പോയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ടീച്ചറെ എനിക്ക് പാർക്കിൽ പോയതാ ഇഷ്ടപ്പെട്ടെ. ആണോ? പിന്നെ വേറൊരാൾക്ക് അവിടെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഗോൾഡ് ഫിഷിനെയൊക്കെ കണ്ടു. പിന്നെ ഒരു വൈറ്റ് കളർ ഫിഷ് ഉണ്ടായിരുന്നു. ഇനി അലൻ എന്നെ ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറഞ്ഞേ. ടീച്ചർ അലൻ ഇന്ന് വന്നില്ല. അലൻ വന്നില്ലേ? അപ്പൊ അലനല്ലേ റോട്ടിൽ കൂടെ ഒന്ന് വരുന്ന കണ്ടത് ബാഗൊക്കെ തൂക്കി. പക്ഷേ അത് അലനല്ലേ ഇരിക്കുമോ? ഒക്കെ അവന് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ മലമ്പുഴ ചെന്നപ്പോ. ഞാൻ ഇങ്ങ് വന്നപ്പോ ആ അലൻ ആ കവലയ്ക്ക് നിക്കണ കണ്ടായിരുന്നു. അപ്പോഴേ എല്ലാവരും ഒന്ന് നിർത്തിക്കേ. ടൂർ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാൻ, നമുക്ക് പഠിക്കാം. ടീച്ചറെ അതില് ചോദിക്കുക മുല്ലപ്പെരിയാർ പൊട്ടണത് പോലെ മലമ്പുഴ ഡാം പൊട്ടുമോന്ന്. ടീച്ചറെ ഈ പ്രണയം ചോദിക്ക മലമ്പുഴ രക്ഷിക്ക് ഉടുപ്പ് വേണം തയ്ക്കാൻ എന്തോരം തുണിയാണെന്ന്. നിർത്തിക്കേ. നിങ്ങളോട് ടൂർ വിശേഷങ്ങൾ നിർത്താൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ തന്നുവിട്ട ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ബുക്കൊന്നും എടുത്തേ. ചേച്ചി ലേറ്റ് കൊടുത്തിട്ട് പാടാതെ കൂട്ടാൻ. ഹലോ അതെ, ആരായിരുന്നു? എന്തായിരുന്നു? അവൻ ഇന്ന് സ്കൂളിൽ കണ്ടില്ല, ഇന്ന് വന്നിട്ടില്ല സ്കൂളില്.
അതെ അല്ലേ? ആ, അവൻ പക്ഷെ സ്കൂളിൽ വന്നില്ല കേട്ടോ. ഇപ്പം എല്ലാവരും പോയി, ഞങ്ങളിത് ഗേറ്റ് പൂട്ടി ഇറങ്ങി. ഞാൻ അവൻ്റെ ക്ലാസ് ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ, ചോദിച്ചിട്ട് പറയാം. ഓക്കെ അതെ, അലന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയായിരുന്നു വിളിച്ചേ. അലൻ രാവിലെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്ന്. അയ്യോ, അവനെ കണ്ടില്ലായിരുന്നല്ലോ ഇന്ന് നമ്മള്. പാൽ കുടിക്കാനും വന്നില്ലല്ലോ, കണ്ടില്ല. ആ, ഉച്ചയ്ക്കൊന്നും കണ്ടില്ല. അല്ലെങ്കിൽ അവൻ എപ്പോഴും വന്നതായിരുന്നു നമ്മുടെ അടുത്ത്. എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. അപ്പൊ തിരിച്ചു ചെല്ലാത്തപ്പോഴാണ് അവര് വിളിക്കണത്. അടുത്തുള്ള വീട്ടിലെ ചേച്ചിയെ വിളിച്ചേ. ചിഞ്ചുനെ വിളിച്ചു നോക്കിയാ, ചിഞ്ചു ടീച്ചറെ വിളിച്ചു നോക്കാം. നമുക്ക് ടീച്ചറോട് വിളിച്ച് ചോദിച്ചു നോക്കാം. ദൈവമേ, ഈ പിള്ളേർ എങ്ങോട്ടാണ് പോകുന്നത്? ഞാനേ ചിഞ്ചു ടീച്ചറെ ഒന്ന് വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കട്ടെ, എന്നാ പറയണെന്ന് നോക്കട്ടെ. കൃഷ്ണല്ല ഓക്കെ അല്ലേ? നമുക്ക് ഇമോഷണൽ സീൻസ് കുറച്ച് കൂടുതൽ വേണം. അപ്പൊ കുട്ടിയുടെ അമ്മ കരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ക്ലോസ് എടുക്കട്ടെ. കുട്ടിയുടെ ചെറുപ്പത്തിൽ ആൽബംസിലെ ഫോട്ടോസ് ഒക്കെ എടുത്തോളാം. മാക്സിമം പാവപ്പെട്ടവരാൻ തോന്നിക്കുന്ന ക്യാപ്ചേഴ്സ് ആണ്, വിഷ്വൽസ് ആണ് നമുക്ക്. ഇളങ്ങമം ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് കാണാതായ 4ാം ക്ലാസ് വിദ്യാർത്ഥി അലന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ അലന്റെ പിതാവിൽ നിന്ന് അറിയാം. പിതാവല്ല, അപ്പൻ. എൻ്റെ മോൻ അച്ഛനെന്ന് വിളിക്കണ എൻ്റെ മോൻ്റെ അപ്പൻ. ഇപ്പൊ കുട്ടീനെ കാണാണ്ടായതിന് പിന്നിൽ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഈ ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ശത്രുക്കളാ? എനിക്കങ്ങനെ ശത്രുക്കൾ ഒന്നുമില്ല, എൻ്റെ കൊച്ചിനുമില്ല. 2 ദിവസമായി സാറുമാരെ എൻ്റെ കൊച്ചിനെ ഞാൻ കണ്ടിട്ട് കൂടുതൽ എക്സ്കർഷനോ ടൂറാന്നും പറഞ്ഞുകൊണ്ട് പറയും. ടീച്ചർമാരും എൻ്റെ കൊച്ചിനെ വിളിച്ചോണ്ട് പോയി. 2 ദിവസമായി. എനിക്കറിയണം എൻ്റെ കൊച്ചവിടെ പോയി, എനിക്കറിയണം. അല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും ഞാൻ. സ്കൂളും കഴിഞ്ഞാല്. ഇതിനു മുമ്പ് കുട്ടീനെ കാണാണ്ടായിട്ടുണ്ടോ? ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെ വീട്ടിൽ വല്ലതും പോയിട്ടുണ്ടോ? ഇല്ല, എൻ്റെ കുട്ടീനെ കാണാൻ 2 ദിവസമായി. അവനെൻ്റെ സംഘ, എനിക്ക് വേണം. അവനെ ഇവിടെ 2 ദിവസമായി കാണാണ്ടായിട്ട്. ഒറ്റ ഒരുത്തനില്ലേ. ഇന്ന് വൈകുന്നേരത്തിനുള്ള എൻ്റെ കൊച്ചിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പക്ഷെ ഉണ്ടാക്കും സാറേ. ചേട്ടാ, കുട്ടീനെ അന്വേഷിക്കല്. നിങ്ങൾ കൊറേ കുട്ടി ഇവിടെ ഒരു ശത്രുവൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഓടണ കൊറേ മയക്കും കൂടെ ഇവിടെ കുറെ പോലീസ് വണ്ടിയൊക്കെ കിടപ്പുണ്ടല്ലോ. വനിതാ പോലീസും ഉണ്ട്. കൊച്ചിനെ കാണാതായതിന്റെ എന്തെങ്കിലും ഇതായിരിക്കും. ഒരു അന്വേഷണത്തിന് വന്നേക്കണേ ആയിരിക്കും. ഒരു കുട്ടി സ്കൂളിൽ വരാതെ ആയിട്ട് നിങ്ങൾക്കൊന്നും അന്വേഷിക്കാൻ പറ്റില്ല? സാധാരണ കുട്ടികളെ അങ്ങനെ വരാതിരിക്കുന്നത് പോലെ വരാതിരുന്നു എന്നാണ് ഞങ്ങൾ ഓർത്തത്. അവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഫോൺ നമ്പർ കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ വീട്ടിൽ ആ ഒരു സൗകര്യങ്ങളില്ലായിരുന്നു. ഇതിൽ എച്ച്എം ആരാണ്? എച്ച്എം പുറത്തു പോയേക്കുവാണ് സാറേ. അത് ശരി, എച്ച്എം ഇവിടെ ഇല്ല. എച്ച്എം ആ സംഭവം നടന്ന കുട്ടിയുടെ വീട്ടിലേക്ക് പോയതാണ്. ടീച്ചറെ, സർക്കാർ സ്കൂൾ ആയതുകൊണ്ട് എന്തും ആകാന്നുള്ള ഭാവം പാടില്ല. ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. സാറേ, നമുക്ക് എച്ച്എമ്മിനെ വിളിച്ചു വരുത്താം. വിളിച്ചു വരുത്തു. ഞങ്ങൾക്ക് മോളിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ്. ഒരു കുട്ടി മിസ്സിംഗ് ആയാൽ അറിയാലോ, കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് പിടിക്കുന്നത്. ഇതെല്ലാം പോലീസിന്റെ തലയ്ക്ക് വരും. ഞങ്ങളപ്പോ പരിക്കരാകേണ്ടി വന്നാലാവും കേട്ടോ. നമുക്ക് വിളിക്കാം സാറേ, ഫോണിൽ വിളിക്കാം. വേഗം വിളിച്ചോ, വേഗം വിളിക്കും. ഇവിടെ എത്ര കുട്ടികളുണ്ട്? 160. 160. ആ, ഈ കുട്ടി മിസ്സാവുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേക സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ തോന്നിയിരുന്നില്ല സാറേ. വിഷാദമായിട്ടിരിക്കുവോ, മൗനമായിട്ട്, കൂട്ടുകാരുമായിട്ട് ഇടപഴകാതിരിക്കുവോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പുതിയ തലമുറയ്ക്ക് ഒന്നിനും മനക്കെട്ടിയില്ല. അവരവരുടേതായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കും. മാതാപിതാക്കൾ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ മതി. അവര് ചിലപ്പോ ആ കുട്ടി സ്വയം പോയതായിരിക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആ കുട്ടി മിസ്സിംഗ് ആണ്. ഞങ്ങള് മിനിഞ്ഞാന്നാണ് സാറേ മലമ്പുഴയ്ക്ക് ടൂർ പോയത്. ഓ,
അത് ഇന്നലെ HM ആണ് കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയിരുന്നില്ല. കുട്ടിയുടെ ക്ലാസ് റൂം എവിടെയാ? സാർ ഇതാണ് ക്ലാസ്. ഓക്കെ. ഇരിക്കു മക്കളെ, ഇരിക്ക്. യൂണിഫോം ഒക്കെ സൂപ്പർ ആണല്ലോ എല്ലാവരും. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചേ അലനെന്തി? സാറേ അവനിന്ന് വന്നില്ല, അവനിങ്ങോട്ട് പുറപ്പെട്ടു പോയെന്നാ കേട്ടത്. പുറപ്പെട്ടു പോയില്ലേ? ടീച്ചർമാരെങ്കിലും നിങ്ങളെ തല്ലാറുണ്ട്? ഇല്ല സാറേ, അവന് ടീച്ചർമാരൊന്നും തല്ലാറില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വഴക്ക് പറയാറുണ്ടെന്ന് അവൻ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അവൻ ഇവിടെ വന്ന് കരയാറൊക്കെ ഉണ്ടായിരുന്നു. ശരി. പാലക്കുഴി എന്നാ തപ്പടേ? പാലക്കുഴി. ആരും വിഷമിക്കണ്ട കേട്ടോ. ഇന്ന് വൈകുന്നേരം അലനെ കണ്ടുപിടിക്കും. നാളെ നിങ്ങളോടൊപ്പം അവൻ ഈ ക്ലാസ്സിലുണ്ടാവും കേട്ടോ. അങ്കിളുമാര് അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും കേട്ടോ. മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, പൊട്ടെന്നോ? എല്ലാവരും ഹാപ്പി ആയിരിക്കും കേട്ടോ. ബൈ ബൈ. കോമള ചേച്ചിയെ കണ്ടിട്ട് എന്തൊരു നാളായോ. അതെ, ഞാനും കാണാറില്ലല്ലോ. പിന്നെ ഒത്തിരി നാളായി കണ്ടിട്ട്. ഞാൻ ഇടയിൽ പോതാ കോമള ചേച്ചി. അപ്പൊ വന്ന വഴിക്ക് സ്കൂളിന്റെ അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിനെ കാണാണ്ട് പോയ കാര്യം അന്വേഷിക്കാൻ വന്നിട്ടാണ് തോന്നുന്നു. കൊച്ചിനെ കിട്ടിയാ മതിയായിരുന്നു ചേച്ചി. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാന്നാണല്ലോ പറഞ്ഞാട്ടെ. കള്ളുകുടിയന്റെ മകനാന്ന് പറഞ്ഞു കേട്ടു. ചേച്ചി നന്നായിട്ട് കിട്ടും. കിട്ടുന്നെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ മതിയായിരുന്നു. കണ്ടുപിടിക്കും കോമള ചേച്ചി. അതിന്റെ അമ്മയ്ക്കൊക്കെ എന്ത് വിഷമായിരിക്കും ഇപ്പൊ. ശരി, ഓക്കെ. നമസ്കാരം മിസ്സിന്റെ. നമ്മുടെ ഇളങ്ങോം സ്കൂളിലെ കുട്ടിയെ കാണാതിട്ട് പോയതിൻ്റെ ആ കൊച്ചിൻ്റെ വീട്ടിൽ മീഡിയക്കാരെല്ലാവരും കൂടി ചുറ്റും വളഞ്ഞ് എപ്പോഴും ഓരോ ന്യൂസുകൾ ചോദിക്കണം. പേരൻ്റ് അതുപോലെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും മീഡിയക്കാരുടെ ഒരു അതിപ്രസരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവര് ചാനൽ പട നമ്മുടെ സ്കൂളിലും എത്തിയിട്ടുണ്ട്. അത് കുട്ടികളെയും പഠിക്കുന്ന കുട്ടികളെയൊക്കെ അത് വളരെയധികം ബുദ്ധിമുട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കൊച്ച് പാലക്കാട് നിന്ന് മധുരയ്ക്ക് കയറിയായിട്ട് CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. മറ്റ് കൊച്ച് വേറെ അവയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റേ തേനി മധുര എന്നിവിടങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരെയും വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. എന്തിനായിരിക്കും നമ്മളായിട്ടാലും പോയത്? അത് നമ്മുടെ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കണ കുട്ടികളായിരുന്നു. ശരിയാടി, അവന്റെ അച്ഛനും അമ്മയൊക്കെ അവൻ നന്നായിട്ട് വഴക്ക് പറയണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവനൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. അവനെ കാണാൻ കൊതിയാവുന്നുണ്ട്. എത്രയും വേഗം വന്നാ മതിയായിരുന്നു. ശരിയാ. എന്നെ പ്രശ്നമുണ്ടായത് നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. എൻ്റെ പേര് അലൻ എൽദോസ്. ഇന്നലെ കുട്ടി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കുട്ടി ഇവിടെ എത്തിയിട്ടില്ല. കുട്ടി ക്ലാസ്സിലെത്താത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സും അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട സാഹചര്യമില്ലല്ലോ. പക്ഷെ തിരിച്ച് വൈകിട്ട് കുട്ടി വീട്ടിലെത്താത്ത ഒരു സാഹചര്യത്തിൽ പേരൻസ് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടി മിസ്സിങ് ആണെന്നും ഈവൻ വീട്ടിൽ നിന്ന് പോകുന്നതെന്നും നമുക്കിവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പം അതാണ് ഇതിനകത്ത് വീട്. കുട്ടി താമസിക്കുന്നത് നമ്മുടെ ഇളങ്ങോം ഷാപ്പിന്റെ പരിസരത്ത് തന്നെയായിട്ടാണ്. ഏത് ക്ലാസ്സിലെ കുട്ടി? 4ാം ക്ലാസ്സിൽ. HM കുട്ടിയുടെ വീട്ടിലേക്ക് പോയതെന്ന് തോന്നുന്നു അല്ലേ? ടീച്ചർ ഇത് ക്ലാസ് ടീച്ചറാണ്. ടീച്ചർ. അപ്പൊ ടീച്ചർ ഇന്നിപ്പം കുട്ടിയുടെ വീട്ടിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു? പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് MLA. ഇപ്പോൾ എത്ര സമയമായി? നമ്മൾ ഇന്നലെ വൈകിട്ട് കുട്ടീനെ കാണാതായ ശേഷം ഒരു 8 മണിയോടുകൂടി തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ വീട്ടിലാരൊക്കെ ഉള്ള? വേറെ കുട്ടിയുടെ വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു മുത്തച്ഛിയുണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്. അത് NSS സ്കൂളിൽ പഠിക്കുന്നത്. നമസ്കാരം. ഞാൻ വിളിച്ചതേ, നമ്മുടെ ഈ ഇളങ്ങോം സ്കൂളിലൊരു കുട്ടിയെ ഇന്നലെ അലൻ ഒരു മിസ്സിംഗ് കേസ് കംപ്ലൈൻറ്റ്. അത് തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ. എൻ്റെ എന്താ ഇപ്പോൾ നമ്മുടെ പുതിയ വിവരങ്ങൾ?
ഓ ഹോ 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 പാലക്കാടുന്നാ? ഓക്കെ ഓക്കെ. അവിടെ ഇൻഫർമേഷൻ പാസ് ചെയ്തില്ലേ സ്റ്റേഷനിൽ? ഓക്കെ ഓക്കെ ഓക്കെ. പേടിക്കേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ SP യുടെ അടുത്ത് കാര്യങ്ങളൊന്നും സംസാരിക്കാം. പിന്നെ പോലീസ് ഫുൾ അലർട്ടായിട്ട് തന്നെ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. നമ്മൾ ഇപ്പോൾ ഇവരുടെ പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് അധിക സമയം എടുക്കാതെ തന്നെ ഈ കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ആശങ്കയുടെ പ്രശ്നമില്ല, നമ്മൾ കൈകാര്യം ചെയ്തോളാം അത്. ആയിക്കോട്ടെ. ഓക്കെ ശരി ശരി ശരി. അല്ല ഇന്നലെ എന്തായാലും പറഞ്ഞാണോ നിങ്ങളോട്? പ്രത്യേകിച്ച് ഇന്നലെ ക്ലാസ്സിൽ വന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല? ഒരു സംശയം തോന്നുമ്പോൾ അതിനൊന്നും പറഞ്ഞോ? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞോ? കുഴപ്പമില്ല, ഒന്നുമില്ല, ചോദിച്ചെന്നുള്ളൂ. അലൻ വലിയ താമസമില്ലാണ്ട് നമുക്ക് അലനോട് വരൂ കേട്ടോ, പേടിക്കണ്ട. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആശങ്കപ്പെടേണ്ട, പരിഹാരം ഉണ്ടാവും. ഓക്കെ ശരി. ഓക്കെ ആയിക്കോട്ടെ. വിളിച്ചാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിലേ, വിളിച്ച് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ അടുത്ത് അവർ അവിടുന്ന് വരട്ടെ, വന്നു കഴിയുമ്പോൾ ഞാൻ വരാം വീട്ടിൽ. ആയിക്കോട്ടെ. കുട്ടി പോലീസ് വന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശരി ഓക്കെ ശരി.
അല്ലല്ലേ ഇங்க சிரிக்கிறான் இல்லை இங்க வர்ற அவனே ஆரை காண வந்தது என்ன அவ்வளோத்தந்து எந்தின இப்படி வந்துட்டு அவனே சொல்லு எங்கே வரலாம் என்ன அவளுக்கு போமா வீடு தெரியுமா உன் வீடு தெரியுமா எப்போ வந்த இல்லை எப்போ வந்த எந்த ஊர் ஏது ஊர் ஏது நாடு இந்தா டேய் இந்தா ஏய் இப்போ எங்கேருந்து வந்திருக்க பேர் அப்பா பேர் அம்மா பேர் அது யார் என்ன படிக்கிற எந்த அது சொல்லு இங்கே பார் டேய் முகம் ഒന്ന് കാട്ട് മുഖം ഒന്ന് കാട്ടാൻ വേണ്ടി ഇங்கே പോയി മുഖം ഒന്ന് കാട്ടണം ഞാൻ ഇതേ ഇപ്പം പേര് പേരെന്താ ദേ ഇവിടെ വന്നു പേര് ഇപ്പം ஒரு பையன் கேரளாவிலேருந்து வந்திருக்கான். அவன் வழி தெரியாமல் வந்திருக்கான். வழி தெட்டி போய் வந்திருக்கனால அவனுடைய பேர் இந்த பையனுடைய ஃபோட்டோ இதில் உண்டு. இது இங்கே கம்பம் தேனி டிஸ்ட்ரிக்ட் கம்பம். இங்கே வந்து ஆனந்தா லாட் பழைய பஸ் ஸ்டாண்ட் அது அருகில் இருக்கான். அது விஷயமா உங்களுக்கு யாருக்கானும் தகவல் கிடைத்தால் இந்த இதுக்கு வந்து இந்த நம்பருக்கு வந்து கான்டாக்ட் செய்யவும். அதனால் இந்த பையனை நல்லபடியாக வந்து பார்க்கணும். பார்த்துட்டு இது இப்போ இது இவனுடைய நம்பர் ஒன்று. நான் இப்போ வந்து இங்கே கம்பத்தில் எல்ஐசி ஏஜெண்டானு. இப்போ இங்கே வந்து இந்த நம்பரில் வந்து கான்டாக்ட் பண்ணி ஒன்று இவனுடைய வீட்டுக்கு கொண்டு ஒப்படைக்க வேண்டி இது நான் வந்து கேட்டுக்கொள்கிறேன். നീ ക്ലോക്കിലേക്ക് നോക്ക്, സമയം 2 മണി കഴിഞ്ഞു. നല്ല കൊച്ചായിരുന്നു. നിങ്ങൾക്കറിയാമോ ആ കൊച്ച് എന്തിനാണ് അവ പോയത്? നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതായിരുന്നു. പക്ഷെ കൊച്ചിനെ ഇനി എവിടെ ചെന്ന് കണ്ടെത്തും? പാവപ്പാട് പേടിയെ തുടങ്ങി. നോക്ക്, സമയം 2:30 നമ്മളിവിടെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കിട്ടുമോ? നാളെ രാവിലെ ആണെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും? പാവപ്പാടെ ഒരു വന്നെന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്. ഒന്നും കഴിക്കാൻ വിശക്കണില്ലേ പാവപ്പാട്. ഹലോ ടീച്ചറെ, ഞാനേ ഒരു എമർജൻസി കാര്യമായിട്ടാണ് ഇപ്പൊ വിളിച്ചത്. സന്തോഷം. നമ്മുടെ ആനനെ കണ്ടുകിട്ടിയായിട്ടൊരു ഫേസ്ബുക്ക് ലൈവ് ഞാൻ കണ്ട. ഞാനിപ്പോ കണ്ടുപിടിക്കാൻ കണ്ടത്. എവിടെന്നാ? ഞാൻ ഫേസ്ബുക്ക് ലൈവ് കണ്ട. ആള് കമ്പത്തുനിന്നാണ് കണ്ടുകിട്ടിയായിട്ട് പറഞ്ഞത്. അവിടെ ഒരു LIC കണ്ടിട്ട് പുള്ളി ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പത്തുണ്ട് ആളിപ്പോ. നമുക്കെന്നാ പോയാലോ? ഇപ്പൊ തന്നെ പോകാന്നാ? ഈ സമയത്ത് നമുക്ക് പോണ റിസ്ക് ആയിരിക്കുമല്ലോ ടീച്ചറെ. നമുക്ക് രാവിലെ വെളുപ്പിന് പോകാനല്ലോ ടീച്ചർ. അതിരാവിലെ അങ്ങ് പോയാലോ? ഞാൻ രഞ്ജിത്തിനെ വിളിച്ചു നോക്കിട്ടേ, രഞ്ജിത്തിനെ വിളിച്ചിട്ട് രാവിലെ വെളുപ്പിനൊക്കെ പോകാൻ നോക്കിയാലോ ടീച്ചർ? എന്നാ നമുക്ക് പരമാവധി നേരത്തെ പോവാം. അതെ, ഇപ്പൊ പോണേന്റെ റോഡിൽ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ടോ സാറേ ടീച്ചറെ ഈ സമയത്ത് പോണത്? രാവിലെ വെളുപ്പിനൊക്കെ പോകാൻ ടീച്ചർ, അതായിരിക്കും ഇച്ചിരി നല്ലതെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് നേരത്തെ റെഡി ആവാം. അപ്പൊ സന്തോഷം ഇങ്ങോട്ട് വരുമോ? ഞാൻ അതെയോ ടീച്ചറ് സ്കൂളിലേക്ക് ഞാൻ ആ വഴിക്ക് വരാം ടീച്ചറെ, കൊളോന്ന് വഴിക്കൊക്കെ വരാം. അപ്പൊ ഞാൻ രഞ്ജിത്തിനെ കൂട്ടാം. രഞ്ജിത്തിനെ വിളിച്ചോട്ടെ.
ആയിക്കോട്ടെ. സന്തോഷം വിളിച്ച കമ്പത്ത് നിന്ന് കൊച്ചിനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ രാവിലെ സന്തോഷമായില്ലേ? ഭക്ഷണം നിങ്ങൾ കഴിച്ചു. അങ്ങോട്ട് കയറ്റിയിരുത്ത്. നിങ്ങളെ ഇവിടെ വണ്ടി എടുത്തിട്ട് ഞാനേ ഒന്ന് പോയിട്ട് വരാൻ നോക്കിട്ട് അവനെ വിളിച്ചോണ്ട് വരട്ടെ കേട്ടോ. ശരി. എൽദോ വാലൂർന്ന് എൽദോ ഇല്ലേ എവിടെ? എൽദോ ഉണ്ടോ അവിടെ? എൽദോ ഉണ്ടോ? കള്ള കുടിച്ച് കിടക്കുക. ഒരു ഉത്തരവാദിത്തമല്ല, അവന്റെ കൊച്ചാന്നുള്ളൊരു തോന്നലും ഉണ്ട് അവന്. ടീച്ചർ അവനെ നോക്കണ്ട ടീച്ചർ, അവനെ മതിയായ പറ്റി പിടിച്ച് കിടക്കുക. നമുക്കങ്ങ് പോവാം. ഹലോ, ലൈവ് കണ്ടിട്ടേ ആ കുട്ടീനെ അന്വേഷിച്ച് വന്നായിരുന്നു. എനിക്ക് മലയാളം തമിഴ് അറിയില്ല ചേട്ടാ. ചേട്ടാ കുട്ടി എവിടെയാണുള്ളത് ഇപ്പോൾ? நான் இப்போ ரேஞ்சர் ஆஃபீஸ் ரோடு கம்பம் ரேஞ்சர் ஆஃபீஸ் ரோடு, அந்த பக்கத்தில் வஉசி திடல், அது பக்கத்தில் இருந்து ரேஞ்சர் ஆஃபீஸ் ரோடு. அங்கே நான் இப்போ இந்த பையனுமாக்கி நான் இங்கே நிற்கிறேன். ഞങ്ങളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി സേഫ് ആണല്ലോ അല്ലേ? வாங்க. ശരി, എനിക്ക് തമിഴ് தெரியாது. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ തന്നെ അങ്ങ് വരും ചേട്ടാ. வாங்க, நான் இந்த பையனோட நாங்கள் வெயிட் பண்ணி நின்றுக்கிட்டு இருக்கேன். நீங்கள் வாங்க, நீங்கள் வர்ற வரைக்கும் நான் வெயிட் பண்ணி உங்கள் கையில் இந்த பையனை ஒப்படைச்சிடுறேன். ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. வாங்க, நான் வெயிட் பண்ணுறேன். வாங்க. അപ്പോൾ എത്താറായിട്ടോ. രഞ്ജിത്ത്, കമ്പത്തെ ഫോറസ്റ്റിന്റെ ഓഫീസിന്റെ അവിടെയാണ് ചെല്ലാന്ന് പറയണേ. അവിടെയാണ് ഇപ്പൊ കുട്ടിയുള്ളത്. നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ശരി, നമുക്ക് എന്നാ മാപ്പിട്ട് പോവാം. ചേട്ടാ, നമ്മളിപ്പോ അവര് പറഞ്ഞത് ഫോറസ്റ്റ് ജംഗ്ഷൻ എന്നല്ലേ? അപ്പം നമ്മള് കമ്പത്ത് ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ കമ്പത്തിന് 1/2 മണിക്കൂർ സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് മാപ്പിട്ട് പോവാം. ഇപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ട് സ്ഥലത്ത് എത്താം. പറ്റുവാണെങ്കിൽ ആളുടെ അടുത്ത് ആളുടെ ലൊക്കേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ എത്താം. അപ്പൊ എത്ര ടൈം എക്സാക്ട്ലി എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തായാലും ഇപ്പൊ തന്നെ നമ്മൾ ചെന്നാലും മാക്സിമം അങ്ങേറ്റ 1/2 മണിക്കൂർ വരെ എടുക്കുള്ളൂ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് കൊച്ചിനെ നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സന്തോഷം, ഇവൻ ടൂറ് പോയതാണല്ലോ, പിന്നെ എന്താ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പോയത്? ഇവൻ എന്താ പറ്റിയ പോലും അറിയാവോ? ഇതൊക്കെ ആർക്കറിയാം ടീച്ചറെ, പിള്ളേരുടെ കാര്യമല്ലേ. പിള്ളേർക്ക് എങ്ങനെയാ ചിന്തിക്കുന്നത് വല്ലതും പറയാൻ പറ്റുമോ? ഇത് ഇനിയിപ്പോ അവന്റെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കോ? വീട്ടിൽ അവന്റെ അച്ഛന് ചെറിയ വെള്ളം കുടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനി അതിന്റെ എന്തെങ്കിലും വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും പറയണ കേട്ടിട്ടില്ലല്ലോ. അവൻ നന്നായി പഠിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ ടൂറ് കൊണ്ടുപോയി. അല്ല, ഒരു കാര്യമില്ലാതെ പിള്ളേര് ചുമ്മാ ഇത്രയും ചെറിയ പിള്ളേരൊക്കെ അങ്ങനെ. എന്നാലും പിള്ളേര് ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയൊരു പോണ പോലെ അല്ല ഇത്. തമിഴ്നാട്ടിലേക്കൊക്കെ അങ്ങനെ പിള്ളേര് ഇത്രയും ദൂരത്തേക്ക് പോയതിന്റെ കാര്യമാണല്ലോ. ഒറ്റയ്ക്ക് അങ്ങനെ പോവാൻ അങ്ങനെ എന്താ അങ്ങനെ തോന്നിയെന്ന് ആർക്കറിയാം. എന്തായാലും നമുക്ക് ഇനി ഒരു 1/2 മണിക്കൂർ യാത്ര, 1/2 മണിക്കൂർ പോയാൽ നമുക്ക് ആളത് തന്നെയാണല്ലോ. എന്താണെങ്കിലും വേഗം അവന്റെ അടുത്ത് എത്താലോ. ഇച്ചിരി സ്പീഡിൽ പോട്ടെ. നമുക്ക് ഗാന്ധി സ്റ്റേഡിയം പോകണം. ഗാന്ധി സ്റ്റേഡിയം പോകണം. സോ ஒரு ஆள் வெயிட் பண்ணிட்டு இருக்கு அந்த பக்கம். இந்த காந்தி ஸ்டேடியம் சொல்லிட்டாரு.
അതാണോ? അതെ, വേറെ എവിടെയില്ല. ഈ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓ ശരി 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 ഓക്കെ. സിഗ്നൽ എന്ന് പറഞ്ഞത് ഇവിടെ തന്നെയാണോ? എவ்வளவு ദൂരം എടുക്കാൻ? ഹാഫ് കിലോമീറ്റർ കൊച്ചല്ല. ഓക്കെ. മോനെ നീ എവിടെയായിരുന്നു? എന്നാ പറ്റി? എവിടെയായിരുന്നു? ഇവിടെ വരും, ഇവിടെ വരും. ചോരയൊക്കെ സാറ് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ സാറിന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമുക്ക് കുട്ടിയെ കണ്ടെത്താൻ പറ്റിയത്. സാർ അയച്ച ഫോട്ടോയും കൊണ്ടാണ് നമ്മൾ കുട്ടിയെ കണ്ടെത്തിയത്. സാർ ഒരുപാട് കഷ്ടപ്പെട്ടു. നന്ദിയുണ്ട്. നന്ദി നന്ദി നന്ദി. ശരി, നമ്മുടെ സന്തോഷത്തിനോട് സെൽഫി എടുത്താലോ? ആ എടുക്കാം. എടുക്കാം. Selfie, 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 selfie. Sitapavi ave anante indana selfie neta pirila. Netu delvi delvi kini kana vadila selfie sita pirila. Selfie, 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 selfie.